ഹായ് ഓൾ. നമ്മൾ പോളിനോമിയൽസ് ആൻഡ് ഇക്വേഷൻസ് എന്നുള്ള ചാപ്റ്ററിൻ്റെ പാർട്ട് 3 വീഡിയോ ആണ് ചെയ്യുന്നത്. ഓക്കെ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താണ് ചെയ്തു നിർത്തിയെന്നുള്ളത് ഒന്ന് നോക്കാം. അത് ഇപ്പോൾ x+3 into x+4 എന്ന് പറയുന്ന ഒരു രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിനെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും എന്നുള്ളതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ. അതെങ്ങനെയായിരുന്നു? x² പ്ലസ് ബ്രാക്കറ്റിൽ 3+4 ഇൻറ്റു എക്സ് പ്ലസ് 3 ഇൻറ്റു 4. അപ്പോൾ ഇതിനെ നമുക്ക് x² പ്ലസ് 4 3 7x പ്ലസ് 12 ഇങ്ങനെ എഴുതാൻ പറ്റുമെന്ന് പറഞ്ഞു അല്ലേ. ഇതായിരുന്നു എക്സ്പാൻഷൻ എന്ന് പറഞ്ഞത്. ഇതിനെ പറയുന്നവരാണ് എന്ത്? എക്സ്പാൻഷൻ. നമുക്ക് തിരിച്ച് ഇതിനെ ഇങ്ങോട്ടാക്കുന്നതിനെ ഫാക്ടറൈസേഷൻ എന്നാണ് പറയുക. ഫാക്ടറൈസേഷൻ. ഇവ രണ്ടുപേരുമാണ് ഫാക്ടേഴ്സ്. ഓക്കെ, അപ്പോൾ തിരിച്ചിങ്ങനെ ആക്കുന്ന ഒരു മെത്തേഡാണ് പഠിപ്പിക്കാൻ പോകുന്നത്. സത്യം പറഞ്ഞാൽ ഞാനിവിടെ 2 മെത്തേഡ് പഠിപ്പിക്കുന്നുണ്ട്, 2 മെത്തേഡ് പറയുന്നുണ്ട്. അതിനകത്ത് രണ്ടാമത്തെ മെത്തേഡ് മാത്രമായിരിക്കും ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള രണ്ടാമത്തെ മെത്തേഡായിരിക്കും, അതായിരിക്കും നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. കാര്യം ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള രീതിയിലല്ലാതെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ മാർക്ക് തരാൻ ബുദ്ധിമുട്ടുണ്ടാവും ചില അധ്യാപകർക്ക്. അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്കിലെ ആ ഒരു മെത്തേഡ് തന്നെ നമുക്ക് ഫോളോ ചെയ്യാം, അതാണ് ബെറ്റർ കുറച്ചും കൂടി. ഓക്കെ, ഒരു ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, ഒരു ചോദ്യം ഞാനിവിടെ എഴുതാം, അതിൻ്റെ ആൻസർ ചെയ്ത് കാണിക്കാം 2 മെത്തേഡിലും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? രണ്ടാമത്തെ മെത്തേഡ് കുറച്ചും കൂടി ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. റൈറ്റ് ദി സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ x² പ്ലസ് 7x പ്ലസ് 12 ആസ് ദി പ്രോഡക്റ്റ് ഓഫ് 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ്. ഓക്കെ, അല്ലെങ്കിൽ x² പ്ലസ് 7x പ്ലസ് 12 എന്ന രണ്ടാംകൃതി ബഹുപദത്തെ 2 ഒന്നാംകൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായി എഴുതുക. ഇതാണ് ചോദ്യം. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യം ഈ പോളിനോമിയൽ നമുക്ക് എടുത്ത് എഴുതാം, x² പ്ലസ് 7x പ്ലസ് 12. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അറ്റത്തിറക്കുന്ന നമ്പറായ 12 എടുക്കുക, മൾട്ടിപ്ലൈ ചെയ്താൽ 12 കിട്ടുന്ന നമ്പേഴ്സ് എഴുതുക. 1ഉം 12ഉം. പിന്നെ നമുക്ക് വേണമെങ്കിൽ തിരിച്ചു എഴുതാം 12 1. ഓക്കെ, 2ഉം 6ഉം തിരിച്ചു എഴുതാം 6ഉം 2ഉം. 3ഉം 4ഉം തിരിച്ചു എഴുതാം 4ഉം 3ഉം. ഓക്കെ ആണല്ലോ. ഇതിൽ ഇനി നമ്മൾ നോക്കേണ്ടത് നടുക്ക് ഈ എക്സിൻ്റെ കോഎഫിഷ്യൻ്റായ നമ്പർ ഇവിടെ എടുത്ത് എഴുതുക. അത് 7 ആണ്, +7. കൂട്ടിയാൽ 7 കിട്ടുന്നത് ഏതിനകത്താണ്? ഇതിലും കിട്ടും. ഓക്കെ, ഇതെടുത്താൽ മതി. ഇതെന്തിനാ എഴുതിയെന്നുള്ളത് വേറൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇത് തിരിച്ച് എഴുതിയെന്ന് മാത്രം. ഇതാണ് നമ്മൾ ആദ്യം എടുക്കേണ്ടത്, 3ഉം 4ഉം. അതെടുക്കാം. ഓക്കെ, നമുക്ക് നമ്മുടെ പോളിനോമിയലിനെ റീറൈറ്റ് ചെയ്യാം. പറയാം x² പ്ലസ് 7x പ്ലസ് 12. എന്നിട്ട് ഈ മിഡിൽ ടേമിനെ സ്പ്ലിറ്റ് ചെയ്യണം. x² പ്ലസ് 7xനെ നമുക്ക് ഈ കൊടുത്തിരിക്കുന്ന രീതിയിലേക്ക് മാറ്റാം. 3x പ്ലസ് 4x എന്ന് എഴുതാം. ശരിയല്ലേ? 3x പ്ലസ് 4x എന്ത് x ആണ്? 7x ആണ്. ശരിയാണോ? അല്ലേ? ആണ്. പ്ലസ് 12. നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ ഒരു ടേമായിട്ട് കണക്കാക്കുക, ഇതിനെയും സെപ്പറേറ്റ് കണക്കാക്കുക. ഇത് 2 സെപ്പറേറ്റ് ആണെന്ന് കണക്കാക്കുക. ഇതിൽ നിന്നും കോമൺ എടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക? കോമൺ എടുക്കുക. ഓക്കെ, അപ്പോൾ x² പ്ലസ് 3x ഇത് ഞാൻ x കോമൺ എടുത്താൽ ബാക്കി x പ്ലസ് 3 എന്ന് വരും. ഓക്കെ, 4x പ്ലസ് 12 എന്ന് ഞാൻ 4 പ്ലസ് 4 കോമൺ എടുത്താൽ അവിടെയും x പ്ലസ് 3 എന്ന് വരും. അപ്പോൾ ഇവിടെ x പ്ലസ് 3, ഇവിടെ x പ്ലസ് 3. നമ്മൾ x പ്ലസ് 3 ഇൻറ്റു x പ്ലസ് 4 എന്നെന്ത് ചെയ്താൽ മതി? എഴുതിയാൽ മതി. ഇതാണ് ഒരു മെത്തേഡ്. ഇതല്ല ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, നോക്കിക്കോളൂ. x² പ്ലസ് 7x പ്ലസ് 12 ഇതാണല്ലോ ക്വസ്റ്റ്യൻ. അതെ, ഇവിടെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ വീണ്ടും എടുത്ത് എഴുതുമ്പോൾ x² പ്ലസ് 7x പ്ലസ് 12 എന്നെടുത്ത് എഴുതിയിട്ട് ഈ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റിനെ a പ്ലസ് b എന്നെഴുതുക. a പ്ലസ് b = 7. ലാസ്റ്റ് നമ്പർ ടേമിനെ ab എന്നെഴുതുക. അപ്പോൾ ab = 12. അപ്പോൾ എന്തൊക്കെ എഴുതി ഞാൻ? a പ്ലസ് ബി എഴുതി, എ ബി എഴുതി. എന്ത് a പ്ലസ് ബി? എക്സിൻ്റെ കോഎഫിഷ്യൻ്റാണ് നമ്മുടെ a പ്ലസ് ബി. ലാസ്റ്റ് കിടക്കുന്ന നമ്പർ ടേമാണെന്ത്? എ ബി. സൈൻ ഉണ്ടെങ്കിൽ സൈനും കൂടി എഴുതുക. ഇവിടെ പോസിറ്റീവ് സൈൻ ആയതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ചൊന്നും മെൻഷൻ ചെയ്യാത്തത്. നെഗറ്റീവ് സൈൻ ആയിരുന്നെങ്കിൽ നമ്മൾ നെഗറ്റീവ് ഇട്ട് വേണം എഴുതാൻ. ഓക്കെ, അതിനുശേഷം നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചൊരു ഇക്വേഷനുണ്ട്, അത് ഇവിടെ ഉപയോഗിക്കണം. a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ = a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ മൈനസ് 4ab. ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ എന്താണ്? a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ = a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ മൈനസ് 4ab. ഓക്കെ, ഞാൻ ഇതിവിടെ ഒന്ന് എഴുതിയിട്ടു എന്നേ ഉള്ളൂ. നിങ്ങളൊന്ന് എന്ത് ചെയ്യുക? ഓർത്ത് വെച്ചിരിക്കുക. ഞാനിത് വീണ്ടും എഴുതി ചെയ്യാം. ഓക്കെ, നോക്കിക്കോളൂ. ഞാൻ ഇക്വേഷൻ എഴുതി. a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ =
എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ മൈനസ് 4ab. ഇതിലേക്ക് ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി 7 അല്ലേ, 7 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ ബി 12 അല്ലേ. ഓക്കെ, അപ്പോൾ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എയുടെ സ്ക്വയർ എത്രയാണ് 49 മൈനസ് 12 ഇൻറ്റു 4 48 എന്ന് വരും. ഓക്കെ, അപ്പോൾ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 49 48 വില എത്രയാണ് 1. അപ്പോൾ എ മൈനസ് ബി ഇസ് ഈക്വൽ ടു റൂട്ട് 1 രണ്ട് വിലയുണ്ട് ശരിയല്ലേ, +1 -1. നമുക്കിവിടെ പോസിറ്റീവ് വാല്യൂ മാത്രം എടുക്കാം. അപ്പോൾ എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു എന്ന് കിട്ടി 1, എ മൈനസ് ബി ഇസ് ഈക്വൽ ടു എന്ന് കിട്ടി 1. നമ്മൾ ആദ്യം എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു 7. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുക, ഇത് രണ്ട് മുകളിലും താഴെ എഴുതുക. എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു 7 എ മൈനസ് ബി ഇസ് ഈക്വൽ ടു 1 അടിയിൽ വര കൊടുക്കുക. ഈ രണ്ട് ഇക്വേഷൻ തമ്മിൽ പ്ലസ് ചെയ്യുക. അപ്പോൾ ഈ പ്ലസ് ബി മൈനസ് ബി എന്ത് ചെയ്ത് പോകും, വെട്ടിപ്പോകും. എ പ്ലസ് എ എന്തെന്ന് കിട്ടും 2a, 7 + 1 എന്തെന്ന് കിട്ടും 8. 2a എന്ന് വെച്ചാൽ 2 × a എന്നാണ് അർത്ഥം. 2 × a ഇസ് ഈക്വൽ ടു 8, a ഇസ് ഈക്വൽ ടു 8/2, a ഇസ് ഈക്വൽ ടു 4. അപ്പോൾ നമുക്ക് a കിട്ടി, എത്ര എന്ന് കിട്ടി 4 എന്ന് കിട്ടി. ഓക്കെ, നമുക്ക് ബിയും കൂടെ കണ്ടുപിടിച്ചാലും മതി. ബി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ എ പ്ലസ് ബി 7 എന്നുള്ളത് എടുത്ത് എഴുതാം. എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു 7, എക്ക് പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും 4. സോ 4 + b ഇസ് ഈക്വൽ ടു 7, b ഇസ് ഈക്വൽ ടു 7 + 4 ഇപ്പുറം വരുമ്പോൾ എന്താവും -4, b ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി 3. ഓക്കെ അല്ലേ, അപ്പോൾ എ 4ഉം ബി എത്രയും കിട്ടി 3യും കിട്ടി. നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ, നമ്മുടെ ഫസ്റ്റ് നമ്മളെടുത്ത പോളിനോമിയൽ എഴുതുക x² + 7x + 12. എന്നിട്ട് ഇതിനെ ഇങ്ങനെ രണ്ട് ബ്രാക്കറ്റ് ഇട്ടതിന് ശേഷം x + a എന്നും x + b എന്നും എഴുതുക. അതിനുശേഷം വീണ്ടും രണ്ട് ബ്രാക്കറ്റ് ഇട്ടതിന് ശേഷം a എത്രയാണോ കിട്ടിയത് എഴുതുക, a +4 ആയതുകൊണ്ട് +4 എന്ന് എഴുതി. b എത്രയാണോ കിട്ടിയത് എഴുതുക +3. ഓക്കെ, ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. x + 4 × x + 3. ഇതാണ് ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന, ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന എന്ത് മെത്തേഡ്. ഈ മെത്തേഡ് ഫോളോ ചെയ്താൽ മതിയാകും. ഈ മെത്തേഡ് കുറച്ചും കൂടി സിമ്പിളാണ്, കണ്ടില്ലേ, ഇത് ഭയങ്കര എളുപ്പമാണ്. പക്ഷേ ഇത് നമുക്ക് പറഞ്ഞിട്ടില്ല, ഇങ്ങനെ ചെയ്യാൻ നമുക്ക് പറഞ്ഞിട്ടില്ല. ഈ രീതി ചെയ്യാനാണ് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളത്. ഒരു ക്വസ്റ്റ്യനും കൂടെ ഞാൻ പറയാം. ആ ക്വസ്റ്റ്യന് ഇതുപോലെ രണ്ട് മെത്തേഡിലും എന്ത് ചെയ്യുന്നുണ്ടാവും. രണ്ട് നോക്കിയിരിക്കുക. എന്നിട്ട് രണ്ടാമത്തെ മെത്തേഡ് മാത്രം നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ x² - 3x - 10 ആണ്. ഇത് ഞാൻ മെത്തേഡ് 1 പറയാം, എന്നിട്ട് മെത്തേഡ് 2 പറയാം. ഓക്കെ, ഈ ചോദ്യം എടുത്ത് എഴുതാം. x² - 3x - 10. എന്നിട്ട് ഈ നമ്പർ എഴുതുക -10. മൾട്ടിപ്ലൈ ചെയ്താലും -10 വരുന്ന നമ്പേഴ്സ് എഴുതുക. അപ്പോൾ 1ഉം -10 എടുക്കാം, -1ഉം 10 എടുക്കാം, ശരിയല്ലേ. 2ഉം -5 എടുക്കാം, -2ഉം 5 എടുക്കാം. വേറെ പേഴ്സ് ഒന്നും ഇല്ലല്ലോ, ഇല്ല. ഇനി എക്സിൻ്റെ ഫ്രണ്ടിലത്തെ നമ്പർ ഇവിടെ എഴുതുക -3. ഇതിനകത്ത് ഏതോ രണ്ട് നമ്പറിൻ്റെ സം എന്ന് പറയുന്നത് -3 ആണ്. അത് ഇയാളാണ്, അറിയാമല്ലോ. 2 - 5 ആണല്ലോ -3. സോ 2 - 5 എന്ന് പറയുന്നത് -3 ആയതുകൊണ്ട് നമുക്ക് ആ രീതിയിൽ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അപ്പോൾ എങ്ങനെ വരും, x² - 3x - 10. ഇതിനകത്ത് -3xനെ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യാം. +2x - 5x - 10. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, ഇതും സെപ്പറേറ്റ് ചെയ്ത് കോമൺ ആയിട്ട് എടുക്കണം. ഇവിടെ രണ്ടിടത്തും നമുക്ക് x കോമൺ ആയിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ x + 2 എന്ന് വന്നു. ഇവിടെ രണ്ടിടത്തും നമുക്ക് -5 കോമൺ ആയിട്ട് എടുക്കാം. അപ്പോൾ അവിടെയും x + 2 എന്ന് വരും, ശരിയല്ലേ. -5 × 2 ആണല്ലോ 10 എന്ന് പറയുന്നത്. അപ്പോൾ ഈ -5 നമ്മൾ പുറത്തെടുത്താൽ പിന്നെ +2 അല്ലേ ഉള്ളൂ അവിടെ, അങ്ങനെ ചിന്തിച്ചാൽ മതി. ഓക്കെ, ഇവിടെ എന്തുകൊണ്ട് x + 2 കോമൺ ആയിട്ടുണ്ട്, അത് കോമൺ ആയിട്ട് എടുക്കാം. x + 2 എടുക്കാം, എന്തെഴുതാം x - 5 എന്ന് എഴുതാം. ഇത്രയേ ഉള്ളൂ സംഭവം, ഇത്രയേ ഉള്ളൂ. ഇതാണ് മെത്തേഡ് 1. ഇനി നമുക്ക് മെത്തേഡ് 2 പറയാം. ഓക്കെ, മെത്തേഡ് 2 എങ്ങനെ ചെയ്യാം നോക്കാം. നമ്മുടെ പോളിനോമിയൽ x² - 3x - 10. ഓക്കെ, എന്നാൽ നമ്മൾ ആരെയൊക്കെ എഴുതണം, a + b എഴുതണം, ab എഴുതണം. എത്ര a + b? a + b -3. എക്സിൻ്റെ ഫ്രണ്ടിലത്തെ നമ്പറാണ് a + b. a b ലാസ്റ്റ് നമ്പർ അത് -10 ആണ്. അതിനുശേഷം നമ്മളിൽ കാണാതെ പഠിച്ച ഇക്വേഷൻ എഴുതണം. എന്താ ഇക്വേഷൻ, a - b the whole square is equal to a + b the whole square - 4ab. ഓക്കെ, ഇതിനകത്തേക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. a - b the whole square is equal to -3ൻ്റെ സ്ക്വയർ -4 × -10. ഓക്കെ, അപ്പോൾ a - b the whole square is equal to 9 + 40. So a - b the whole square is equal to 49. a - b is equal to √49. a - b is equal to 7. +or -7 ആണ്, നമ്മൾ +7 മാത്രം എഴുതിയാൽ മതി. ഓക്കെ, അടുത്ത സ്റ്റേജിലേക്ക് പോകാം. ഇത് അടുത്ത സ്റ്റേജ് a + b -3 എന്ന് എഴുതുക.
എ മൈനസ് ബി 7 എഴുതുക, അടിയിൽ വര കൊടുക്കുക, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണം. പ്ലസ് ബി മൈനസ് ബി എന്ത് ചെയ്ത് ക്യാൻസൽ ചെയ്ത് പോയി, എ പ്ലസ് എ എന്താണ് 2a. -3 + 7, -3 + 7 എത്രയാണ് 4. ഓക്കെ, ഇപ്പോൾ ഇവിടെ എന്ത് വന്നു 4. a is equal to 2 × a ആണല്ലോ 4. സോ a is equal to 4/2. a is equal to എന്ത് കിട്ടി 2 കിട്ടി. ഓക്കെ, നമ്മൾ ഈ ഇക്വേഷനകത്ത് എയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. a + b is equal to -3, 2 + b is equal to -3, b is equal to -3 - 2, b is equal to -5. അപ്പോൾ നമുക്ക് b എന്ത് കിട്ടി -5 കിട്ടി. അപ്പോൾ എയും കിട്ടി ബിയും കിട്ടി. നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ പോളിനോമിയൽ എന്ത് ചെയ്യുക എടുത്തെഴുതുക, x² - 3x - 10. ഓക്കെ, എന്നിട്ട് 2 ബ്രാക്കറ്റ് കൊടുത്തിട്ട് ഇവിടെ x + a എന്നും ഇവിടെ x + b എന്നും എഴുതുക. ഓക്കെ, എന്നിട്ട് വീണ്ടും ബ്രാക്കറ്റ് കൊടുത്തിട്ട് രണ്ടിടത്ത് എക്സ് കൊടുത്തിട്ട് എ എത്ര കിട്ടിയത് +2, ബി എത്ര കിട്ടിയത് -5. ഇങ്ങനെ എഴുതുക. കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. ഓക്കെ, ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇതാണ്. ഇനി ഞാൻ പറയുന്ന കണക്കുകളിലൊന്നും തന്നെ 2 മെത്തേഡും പറയില്ല. മെത്തേഡ് 2 മാത്രമേ പറയൂ. കാര്യം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന മെത്തേഡ് 2 ആണ്. അത് മാത്രമേ ഇനി അങ്ങോട്ട് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ മെത്തേഡ് 1നെ പറ്റി കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ, മെത്തേഡ് 1 നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ ചാനലിൽ തന്നെ ബേസിക് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. ആ പ്ലേലിസ്റ്റിനകത്ത് കയറിയിട്ട് നോക്കിയാൽ മതി. അവിടെ ഫാക്ടറൈസേഷൻ ഓഫ് സെക്കൻഡ് ഡിഗ്രി അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ 3 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ 3 വീഡിയോസിലും നമ്മൾ മെത്തേഡ് 1 വെച്ചിട്ട് എങ്ങനെയാണ് ഫാക്ടറൈസ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് x² - 9x + 80. ഇതിൽ നമുക്ക് a + b യും a b എഴുതാം. ഓക്കെ, a + b എത്രയാണ് -9, a b എത്രയാണ് 80. ക്വസ്റ്റ്യൻ a - b the whole square is equal to a + b the whole square - 4ab. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. a - b the whole square is equal to -9 the square - 4 × 18. ഓക്കെ, a - b the whole square is equal to -9 സ്ക്വയർ ആണെങ്കിൽ എത്ര വരും +81. ഓക്കെ, -18 × 4 72. ഓക്കെ, അപ്പോൾ a - b the whole square is equal to 81 - 72. ഓക്കെ, അപ്പോൾ എത്ര വന്നു 9. a - b is equal to √9, a - b is equal to 3. അപ്പോൾ a - b എത്ര കിട്ടി നമുക്ക് 3 കിട്ടി. നമുക്ക് എന്ത് ചെയ്യാം, a - b 3 കിട്ടിയ സ്ഥിതിക്ക് a + b യും a - b എഴുതിയിട്ട് എന്ത് ചെയ്യാം സോൾവ് ചെയ്യാം. പെയേഴ്സ് ഓഫ് ഇക്വേഷനകത്ത് ഇത് പഠിച്ചാണ് നമ്മൾ പണ്ട് കഴിഞ്ഞ വർഷം അല്ലേ. ഓക്കെ, അപ്പോൾ ഇത് +c ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ +b - b എന്ത് ക്യാൻസൽ ചെയ്തു, എയും എയും ആഡ് ചെയ്താൽ 2a. -9 + 3 -6 ആണ് കേട്ടോ. 2 × a ആണല്ലോ 2a is equal to -6, a is equal to -6/2, a is equal to -3. a കിട്ടിയ സ്ഥിതിക്ക് ബിയിലേക്ക് പോവാം. a + b is equal to -9. എക്ക് വരെ നമുക്ക് -3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. -3 + b is equal to -9, b is equal to -9 + 3, b is equal to -6. അപ്പോൾ എയും കിട്ടി ബിയും കിട്ടി. നമ്മളെന്താ ചെയ്യേണ്ടത്, നേരത്തെ ചെയ്ത പോലെ തന്നെ പോളിനോമിയൽ എഴുതുക. x² - 9x + 18 ശരിയല്ലേ. 2 ബ്രാക്കറ്റ് കൊടുക്കുക. ഇവിടെ x + a എന്നും ഇവിടെ x + b എന്നും എഴുതുക. വീണ്ടും 2 ബ്രാക്കറ്റ് കൊടുക്കുക. ഇവിടെ രണ്ടിടത്ത് x എഴുതിയിട്ട് a എത്രയാണോ കിട്ടിയത് അത് ഇവിടെ എഴുതുക, b എത്രയാണോ കിട്ടിയത് അത് ഇവിടെ എഴുതുക. ഓക്കെ, കഴിഞ്ഞു. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ് x² - 3x - 40. എന്തൊക്കെ എഴുതണം, a + b എഴുതണം, a b എഴുതണം. a + b എന്താണ് -3, a b എന്താണ് -40. ഓക്കെ, ക്വസ്റ്റ്യൻ പറ. a - b the whole square is equal to a + b the whole square - 4ab. ഓക്കെ, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. a - b the whole square is equal to -3 square - 4 × 40. ഓക്കെ, അപ്പോൾ a - b the whole square is equal to 9 -40 ആണ് കേട്ടോ. -40 മൈനസ് ഇൻറ്റു മൈനസ് എന്ത് വരും പ്ലസ് വരും 160. ഓക്കെ, 160. അപ്പോൾ a - b the whole square is equal to 169. a - b is equal to √169. a - b is equal to 13. 169ൻ്റെ സ്ക്വയർ റൂട്ട് 13 ആണല്ലോ. ഓക്കെ, അപ്പോൾ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് a + b a - b. a + b is equal to -3, a - b is equal to 13. അടിയിൽ വര കൊടുക്കാം, ആഡ് ചെയ്യാം. +b - b കട്ട് ചെയ്തു. a + a 2a -3 + 13 that is 10. 2 × a ആണ് 2a that is a is equal to 10/2. a is equal to 5. നമുക്ക് എന്ത് കിട്ടി 5 കിട്ടി. നമുക്ക് a + b എന്നുള്ള ഇക്വേഷനകത്ത് എക്ക് പകരം 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 5 + b is equal to -3, b is equal to -3 - 5,
ബി ഇസ് ഈക്വൽ ടു -8. അപ്പോൾ എയും കിട്ടി ബിയും കിട്ടി. എ 5, ബി എത്രയാണ് -8. നമുക്ക് എന്ത് ചെയ്യാം, പോളിനോമിയൽ എടുത്ത് x² - 3x - 40 രണ്ട് ബ്രാക്കറ്റ് കൊടുക്കാം അല്ലേ. രണ്ടിടത്ത് എന്ത് കൊടുക്കാം, എക്സ് ഇവിടെ പ്ലസ് എ ഇവിടെ പ്ലസ് ബി, ഇവിടെ വീണ്ടും രണ്ട് ബ്രാക്കറ്റ് കൊടുക്കാം. എക്സ് എഴുതാം, എ എത്ര കിട്ടിയോ അത് എഴുതുക. എ കിട്ടിയത് +5 ആണ്. ബി എത്ര കിട്ടി, x -8 കഴിഞ്ഞു. x + 5 × x - 8 എന്നുള്ളതാണ് എന്ത് ആൻസർ. ഓക്കെ അല്ലേ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. വേറെയും കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ എന്ത് ചെയ്യാം ഇവിടെ കൊടുത്തിരിക്കാം. നിങ്ങളത് ചെയ്ത് നോക്കുക. മാക്സിമം ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചോദിക്കുക. ഓക്കെ, നമ്മളിവിടെ ഒരു 5 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു 5 ക്വസ്റ്റ്യൻ നിങ്ങൾ വർക്ക് ചെയ്ത് നോക്കുക. ആൻസർ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.